Good morning to all. Good morning. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. Good morning, Miss. Good morning, ma'am. Okay, morning. Start with prayer, part of today, and science. A very cheerful good morning, everyone. I am Reshma. It's great to see you all here today. We are going to start today's event by taking a moment to connect with the divine and invite peace and harmony into our day. Prayer invigorates us and guides our thoughts and actions towards harmony and goodwill. Let's make our day beautiful and blessed by connected with God through prayer. Let's take a moment to collect our thoughts and bring ourselves to a calm and peaceful state. Let's begin our prayer, and I would like to invite Gemini to lead us our prayer. Good morning, Miss. Good morning, friends. Om Jagadishwara Sadapi Chinmaya Jagadishwara Vande Jagadishwara Vande Om Paripujita Paraparatma Paraparatma Anavaradam Vande Anavaradam Vande Om Jagadishwara Sadapi Chinmaya Jagadishwara Vande Jagadishwara Vande. Thank you, Miss. Thank you. I would like to invite Ranjini to sign in. Good morning, ma'am. Good morning, friends. I welcome to Ashwati, ma'am, and all my friends who joined the class today. Okay. As we begin this new day, let's look for inspirations to guide us. Every day brings new opportunities, and a few powerful words can set our directions. To kickstart our day with wisdom, we have our thought of the day. Today's thought is a simple yet profound idea. The journey of 1,000 miles begins with a single step. This reminds us that big achievements start with small, consistent efforts. Let's carry the spirit of beginning today. Now, I would like to invite Anu to share today's thought with us. Good morning, Miss. Good morning to all. Self confidence is a superpower. Once you start to believe in yourself, magic starts happening. Thank you. Okay, finished? Okay, അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അനു ആണെങ്കിലും അനു അധികം സംസാരിക്കാതെ കൂടുതലായിരുന്നു, പക്ഷെ ഇപ്പോ അല്ലെ എല്ലാത്തിലും ഉണ്ട്. എന്താണ് കോർഡിനേഷൻ ആണെങ്കിലും അല്ലെ എല്ലാവരും കേട്ടോ, എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, സോ വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ് ടു ഓൾ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എല്ലാവരും? ഭക്ഷണിക്കുന്നത് ആണോ? പോയിട്ട് വരൂ. ഓക്കെ, പിന്നെന്താണ് ഇനി ഒരുപാട് സംസാരിക്കുന്നില്ല കേട്ടോ. ഓക്കെ, കഴിഞ്ഞ 3 ക്ലാസ്സിലും ടോപ്പിക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പഠിച്ചിട്ടില്ല. പഠിക്കേണ്ട കാര്യങ്ങൾ കൂടിയാണ്, പഠിക്കാനല്ല, നമ്മുടെ ലൈഫില് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചത്. അതിൽ നിന്ന് കുറെ പേരല്ലേ കുറച്ചെങ്കിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാറ്റി ചിന്തിച്ചു തുടങ്ങി. മാറ്റങ്ങൾ വന്നെന്നല്ല, മാറി ചിന്തിച്ചു തുടങ്ങി അല്ലെ. മാറ്റങ്ങൾ അനിവാര്യമാണ്, എല്ലാവരുടെ ലൈഫിലും അങ്ങനെ തന്നെയാണ്. ചിന്തിക്കുക, മാറി ചിന്തിക്കുക. നമ്മുടെ മൈൻഡാണ് എല്ലാം എന്ന് ഞാൻ പറയാറുണ്ട് എപ്പോഴും. മൈൻഡാണ് നമ്മുടെ മൈൻഡ്. നമ്മുടെ ഹാപ്പി, നമ്മുടെ മൈൻഡിൽ ഹാപ്പി ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും അല്ലെ. അത്രയേ ഉള്ളൂ. മനസ്സിൽ എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും നമ്മൾ മൈൻഡ് ഒന്ന് മാറ്റി ചിന്തിച്ചാലും മാറാവുന്ന ഏതൊരു ടെൻഷനേ ഉള്ളൂ. അത്രയേ ഉള്ളൂ അല്ലെ. എന്ത് വിഷമാണെങ്കിലും ശരിക്കും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മൾ എത്രത്തോളം സങ്കടമാണെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിയെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളെല്ലാം മറക്കാറില്ലേ? ആലോചിച്ച് ഒരു ഒറ്റ സെക്കൻഡ്, ഒരു 2 സെക്കൻഡ് ആയിരിക്കും കുട്ടികളെ ചിലപ്പോൾ കളിപ്പിക്കുക അല്ലെ. അത് ആരുടെയും ആവാം, നമ്മുടെ തന്നെയല്ല. എവിടെ ഒരു കുഞ്ഞുകുട്ടിയുടെ ഫേസ് കണ്ടാല് നമ്മൾ
ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അവർ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞൊക്കെ കൊഞ്ചിക്കും. ആ ഒരു ടൈമില് നമ്മളെല്ലാം മാർക്കിട്ടുണ്ടാവും അല്ലെ. അതാണ് നമ്മുടെ മൈൻഡ് ഉണ്ടാവും. അത്രയേ ഉള്ളൂ. നമ്മൾ കാണുന്നതും ചിന്തിക്കുന്നതും ഒക്കെ പോസിറ്റീവ് ആണെങ്കിൽ എല്ലാ സങ്കടങ്ങളും മറയ്ക്കാനും മാറാനും ഇത് മാത്രം മതി. നമ്മുടെ കാഴ്ചപ്പാടാണ് എല്ലാം ഉണ്ടാവും. കാണുന്ന രീതികളാണ്. ഒരാളെ നെഗറ്റീവായിട്ട് കാണാൻ നമുക്ക് എളുപ്പത്തിൽ പറ്റും. കാഴ്ചപ്പാടാണല്ലോ അല്ലെ. അത് പോസിറ്റീവ് ആക്കാനും പറ്റും. അപ്പൊ മാറി ചിന്തിച്ചു തുടങ്ങുക, മാറ്റങ്ങൾ വരുന്നത്. അപ്പോ അത്രയൊക്കെ ഉള്ളൂ. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, we moving on the next chapter, unit 3, verb system in English. Okay, so what is verb? എന്താണ് verb? എന്താണ്? ക്രിയ, ആക്ഷൻ വേർഡ്സ്. വേർഡ്സ് ആണെന്ന് പറയാം, ക്രിയ ആണെന്ന് പറയാം, പ്രവൃത്തിയാണെന്ന് പറയാം അല്ലെ. എന്തൊരു കാര്യം നമ്മൾ ചെയ്യുന്ന എന്തോ ആയിക്കോട്ടെ, ഞാനിപ്പോ സംസാരിക്കുന്ന ഒരു വെർബാണ് അല്ലെ, സംസാരിക്കുന്ന ഒരു വെർബാണ്. അല്ലാതെ തന്നെ ഇപ്പോ ആക്ഷനിലൂടെ എല്ലാം കാണിക്കുന്നതും നമ്മൾ ഫിസിക്കലി ആക്ഷൻ ചെയ്യുന്നതെല്ലാം വെർബാണ്. എന്തോ ആയിക്കോട്ടെ, ഓടുക, ചാടുക, എഴുതുക, പഠിക്കുക, ഡ്രൈവ് ചെയ്യുക, ഇതെല്ലാം വെർബാണ്, പ്രവൃത്തിയാണ് അല്ലെ. അപ്പൊ അങ്ങനെയും വെർബുണ്ട്. അല്ലാതെ എന്താ പറയാ, നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാറുണ്ട് അല്ലെ. ഐ ഫീൽ ഹാപ്പി, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. സോ ആ സ്റ്റേറ്റ്മെന്റ് ഒരു ലൈക്ക് വെർബ് ആണെന്ന് പറയും. ഓക്കെ, അപ്പൊ വെർബ് എന്തൊക്കെയാണ്, എത്ര തരം വെർബ് ഉണ്ട് എന്നെല്ലാം നമ്മുടെ ടെക്സ്റ്റില് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മെയിൻ വെർബ്, ഇറഗുലർ വെർബ്സ്. ഇതില് പറയുന്നത് മെയിൻ വെർബിനെ കുറിച്ച്, ഹെൽപ്പിംഗ് വെർബിനെ കുറിച്ചിട്ടാണ്. സോ രണ്ട് സൈഡ് ഉണ്ട്, ലെഫ്റ്റും റൈറ്റും ഉണ്ട് അല്ലെ. ക്ലാസിഫിക്കേഷൻ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉണ്ട്. സോ ഈ റൈറ്റ് സൈഡിൽ ഞാനിപ്പോ പറയുന്നേ ഇല്ല കേട്ടോ. ചോദിക്കണ്ട എന്തുകൊണ്ട് ചെയ്തെടുക്കുന്നില്ലേ, ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറയുന്നില്ല. അതായത് ഹെൽപ്പിംഗ് വെർബിനെ കുറിച്ച് ഞാൻ പറയുന്നേ ഇല്ല. കാരണം നമുക്ക് ടെൻസ് എടുക്കുന്ന ടൈമില് അതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ആ ടൈമിൽ ഞാൻ പറഞ്ഞു, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റൂ. അതർവൈസ് ഞാൻ ടൂഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ചാപ്റ്റർ എടുക്കേണ്ടി വരും, ടെൻസ് എടുക്കേണ്ടി വരും. അത് നല്ല നമുക്ക് ആ ചാപ്റ്റർ എടുക്കുമ്പോൾ എല്ലാ വെർബിനെ കുറിച്ചും, മീൻസ് ഹെൽപ്പിംഗ് വെർബിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡ് മാത്രമാണ്, അതായത് ഓർഡിനറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റില് ഇവിടെ ലെഫ്റ്റ് സൈഡ് ക്ലാസിഫിക്കേഷൻ, മെയിൻ വെർബ്, പിന്നെ എന്തൊക്കെയാണ് റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്, ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ്, ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, പക്ഷേ എന്താണ് ഇപ്പോ ഞാൻ ചോദിച്ചു വെർബ് എന്താണെന്ന് ചോദിച്ചു, പലരും പറഞ്ഞു ആക്ഷൻ വെർബ്, ക്രിയ എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കും. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. നിങ്ങൾക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻസ് വരെ അങ്ങനെയൊന്നല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം.
സോറി കേട്ടോ, ക്ഷമ വന്നിട്ട് പോയതാണേ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ വെർബില് ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ് കേട്ടോ. ഞാൻ ഇപ്പൊ പറയുന്നത് ടെക്സ്റ്റ് ഇല്ലാത്ത പോർഷൻ ആണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പൊ വെർബില് നമ്മൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ്? ആക്ഷൻ വെർബ് എന്നും പറയാം, സ്റ്റേറ്റ് വെർബ് എന്നും പറയും. ഓക്കെ, അതിൽ ഫസ്റ്റ് ആക്ഷൻ വെർബ് എന്താ? അപ്പൊ എന്താണ് ആക്ഷൻ വെർബ്? നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന എല്ലാ വെർബുകളും, ഫിസിക്കലി ചെയ്യുന്ന ആക്ഷൻസും എല്ലാം എന്താണ് ആക്ഷൻ വെർബിൽ പെടുന്ന. നമ്മൾ ഫിസിക്കലി അല്ലെ, നമ്മൾ ശരീരം അനങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് ആക്ഷൻ വെർബാണ്. എന്തായാലും നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. എല്ലാവരും അത് ഒരു പ്രവൃത്തിയാണല്ലോ, നമ്മൾ പ്രവൃത്തി ചെയ്യുകയാണ്. എന്തോ ആയിക്കോട്ടെ, ഡാൻസ് ആണെങ്കിലും ഇപ്പോ റണ്ണിങ്, വാക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, ഡാൻസിങ്, സിംഗിങ്, എനിത്തിങ് is all that action verb. Okay, clear? Then next one is a state of being or state verb. ഞാൻ പറഞ്ഞു just like a statement. നമ്മുടെ കറന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് പറയണം എങ്കിൽ ഇപ്പോ ഈസ് ഹാംഗ്രി ഓർ ഫീലിംഗ് ഹാപ്പി, ഇതൊക്കെ എന്താണ്? ജസ്റ്റ് ഇമോഷൻസ് ആണ്. ഇമോഷൻസ് അല്ല, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. നമ്മളിപ്പോ എന്താണ് നമ്മുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ്. അപ്പോ അതും നമുക്ക് എന്താണ് സ്റ്റേറ്റ് verb ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഐ എം എ ടീച്ചർ. ഐ എം എ ടീച്ചർ ഈസ് ഓൾസോ ഇൻ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഞാനിപ്പോ എന്താണ്, ഞാൻ പൊസിഷനിലാണ് എന്നുള്ളത് ഒരു ജസ്റ്റ് സ്റ്റേറ്റ്മെന്റും ആണ്. അത് കൈൻഡ് ഓഫ് സ്റ്റേറ്റ് verb എന്ന് പറയും. ഞാനിപ്പോ എന്താണെന്നും അല്ലെ, ഞാനിപ്പോ എന്താണെന്നും എന്റെ അവസ്ഥ എന്താണെന്നും നമ്മൾ പറയണമെങ്കിൽ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും പറഞ്ഞേ പറ്റൂ. ഐ എം എ ടീച്ചർ, നൗ ഐ എം സോ ഹാപ്പി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, എന്നാൽ പോലും അത് ഒരു വെർബാണ് കേട്ടോ. സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റേറ്റ് വെർബ് എന്നും പറയും. അപ്പൊ എന്താണ് ആക്ഷൻ വെർബ് എന്നും എന്താണ് സ്റ്റേറ്റ് വെർബ് എന്നും മനസ്സിലായോ? ക്ലിയർ? Yes, ma'am. ഓക്കെ, എല്ലാവരും ക്ലാസ്സിൽ ഉണ്ടല്ലോ, ശ്രദ്ധിച്ചിരിക്കുന്നില്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? യെസ് മാം. ഓക്കെ ആണ്. അപ്പോ ആക്ഷൻ വെർബ് എന്താണ്, സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്താണ് ക്ലിയർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലാം വെർബ് തന്നെയാണ്. ഫിസിക്കലി ചെയ്യുന്ന ആക്ഷൻസ് ആക്ഷൻ വെർബ് എന്നും, അല്ലാതെ നമ്മളിപ്പോ എന്താണ് എന്ന് പറയുന്നത് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ത്രൂ ആണ് നമ്മൾ പറയാം അല്ലെ, ഒരു സെന്റൻസ് ആണ്. അപ്പോ അതിൽ ഫിസിക്കലി ആക്ഷൻസ് ഒന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും അത് സ്റ്റേറ്റ് വെർബ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോ ആക്ഷൻ വെർബ് ഉണ്ട്, സ്റ്റേറ്റ് വെർബ് ഉണ്ട്. ഇത് രണ്ടും ക്ലിയർ ആയി. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ആക്ഷൻ വെർബിലെ കുറച്ച് എക്സാമ്പിൾസ് എന്താ? ഷീ ഈസ് ഡാൻസിങ്, ഷീ ഈസ് ഈറ്റിംഗ് ലഞ്ച്, ഹി ഈസ് ടീച്ചിങ് ദ സ്റ്റുഡൻസ്, ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, ഫിഷ് സ്വിം ഇൻ ദ വാട്ടർ. ഇതെല്ലാം എന്താണ്? ഫിസിക്കലി ചെയ്യുന്ന ആക്ഷൻസ് ആണ്. ഇതിന്റെ സ്റ്റേറ്റ് ഓഫ് മീനിങ് പോവാണെങ്കിൽ Ram is a boy, he is hungry, the sun is shining brightly, I'm tired, the dog is brown. അല്ലെ, അപ്പൊ അതെന്താണ്? എന്താണ് അവരെ കുറിച്ച് പറയുന്നതും അവരുടെ ഫീലിംഗ് എന്താണ്, അവര് ആ ടൈമിൽ അവരുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ്, ജസ്റ്റ് ഫീലിംഗ് എന്താണ്, ഇതൊക്കെ പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ് വെർബ് ആണ്. ഓക്കെ, ക്ലിയർ? Ma'am, one doubt. Hello, ma'am. കേൾക്കാമോ? മാം അതിലപ്പോ ആക്ഷൻ വേർഡ് ചോദിച്ചാൽ ഈസ് ആയിരിക്കോ ആക്ഷൻ വേർബ് ആയിട്ട് വരിക? ഈസോ? ലാസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ വരുന്നത് ആക്ഷൻ വേർഡ് ചോദിക്കുകയാണെങ്കിൽ അതിൽ എന്തായിരിക്കും ആക്ഷൻ വേർഡ് ആയിട്ട് വരിക? ഇവിടെ നമ്മൾ സെക്കൻഡിൽ പറഞ്ഞ സ്റ്റേറ്റ് വെർബ് ആണല്ലോ. അവിടെ ആക്ഷൻ വേർഡ് ഒന്നുമില്ല അല്ലെ, ആക്ഷൻ വേർബ് ഒന്നും അവിടെ ഇല്ലല്ലോ. സോ റാം ഇസ് എ ബോയ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അതില് വെർബായിട്ട് നമ്മൾ കാണുന്നത് ഈസ് ആണ്. എന്ത് ചെയ്തു? ബോയ്. അതില് വെർബ് എന്ന് പറയാനില്ല. ഈസ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്, ഹെൽപ്പിംഗ് വെർബാണ്. അതിന് നമ്മൾ സ്റ്റേറ്റ് വെർബ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ അതിന് വെർബ് ഇല്ല. മീൻസ്
സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ സ്റ്റേറ്റ് വെർബ് എന്ന് പറയും. കാരണം രാമിനെ കുറിച്ച് പറയുന്നതാണ്. രാം എന്താണ്? ഒരു ബോയ് ആണ് എന്നാ പറയുന്നത്. അതിൽ സ്റ്റേറ്റ് വെർബ് എന്താണെന്ന് ചോദിച്ചാല് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന വേർഡ് ആണ് അതിൽ സ്റ്റേറ്റ് വെർബ് എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? ഓക്കെ മാം. ആ സെന്റൻസിൽ ഇനിയിപ്പോ ദ സൺ ഈസ് ഷൈനിങ് ബ്രൈറ്റ്ലി എന്നാണെങ്കിൽ ഷൈനിങ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് വെർബ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. എന്നാലും അത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഓക്കെ മാം. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. അല്ലാതെ അതില് സ്റ്റേറ്റ് വെർബ് ഏതാണ് എന്നൊരു ചോദ്യം വരില്ല. ഓക്കെ. പക്ഷെ ആക്ഷൻ വെർബ് ആവുന്നൊക്കെ അങ്ങനെ പറയാൻ പറ്റും. കാരണം എന്താണ്? ഇവിടെ ഡാൻസ്, ഈറ്റ്, ടീച്ച്, ഫ്ലൈ ഇതൊക്കെ തന്നെ ആക്ഷൻ വെർബ് പറയാൻ പറ്റും. പക്ഷെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അങ്ങനെ പെർട്ടിക്കുലർലി ഇതാണ് സ്റ്റേറ്റ് വെർബ് എന്ന് പറയാൻ പറ്റില്ല. അത് ഒരു സെന്റൻസ് ആണ്. ഓക്കെ. അപ്പോ എന്താണ് ആക്ഷൻ വെർബ് എന്നും എന്താണ് സ്റ്റേറ്റ് വെർബ് എന്നും ഇപ്പൊ മനസ്സിലായല്ലോ. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. സോ നിങ്ങള് നോട്ട്ബുക്ക് എടുക്കുക, ഹെഡിങ് കൊടുക്കുക, ചാപ്റ്റർ നെയിം ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം ആക്ഷൻ വെർബ് എന്താണെന്നും സ്റ്റേറ്റ് വെർബ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അത് മലയാളം or ഇംഗ്ലീഷ് whatever. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലാവണം. നോട്ട്ബുക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആക്ഷൻ വെർബ് എന്നും എന്താണ് സ്റ്റേറ്റ് വെർബ് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അല്ലാതെ ഞാനിവിടെ ഡെഫിനേഷൻ പറഞ്ഞ് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിക്കാം. ഓക്കെ. എല്ലാവരും എഴുതിക്കോളൂ കേട്ടോ. വിത്ത് എക്സാമ്പിൾസ് വെച്ച് തന്നെ എഴുതുക. എപ്പോഴെങ്കിലും നോട്ട് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. നിങ്ങളുടെ നോട്ടാണ്, ഞാൻ വന്ന് ചെക്ക് ചെയ്യൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ നിങ്ങൾക്ക് നോട്ടിൽ എഴുതാം. കാരണം നിങ്ങൾക്ക് മനസ്സിലാകണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. അതിനുശേഷം ഒന്ന് പറയാം കേട്ടോ. എഴുതി കഴിയുമ്പോൾ എന്നോട് പറയാം. ഓക്കെ. ഓക്കെ. കഴിഞ്ഞു. അപ്പൊ ആക്ഷൻ വെർബും സ്റ്റേറ്റ് വെർബും കംപ്ലീറ്റ് ആയി. ഇനി എന്താണ്? അപ്പൊ ഇനി മെയിൻ വെർബ് എന്താണ്? അല്ലെ, മെയിൻ വെർബ് ഇതൊക്കെ തന്നെയാണ്. വെർബ് ആണ്. അതിനെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? റെഗുലർ വെർബ്, ഇറഗുലർ. ഫസ്റ്റ് നമുക്ക് ട്രാൻസിറ്റീവിലും ഇൻട്രാൻസിറ്റീവിലേക്ക് പോകാം. ഇതൊക്കെ അതിനുശേഷം റെഗുലറിലേക്ക് പോകാം കേട്ടോ. ഇനി നോട്ട്ബുക്കില് ഹെഡിങ് ചെയ്ത് വെക്കാം. ട്രാൻസിറ്റീവ് വേർഡ്. ഓക്കെ. ട്രാൻസിറ്റീവ് വേർഡ്. ട്രാൻസിറ്റീവ് വേർബിന് ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം ഒരു എക്സാമ്പിൾ എഴുതുള്ളൂ കേട്ടോ. എക്സാമ്പിൾ എഴുതാം. ഷീ ഓപ്പൺ ദ ഡോർ. ഷീ ഓപ്പൺ ദ ഡോർ.
ഷീ ഓപ്പൺ ദി ഡോർ എന്ന് പറയുന്ന ഈ സെന്റൻസില് സബ്ജക്ട് ഏതാണ്? She. Of this sentence. Okay, she. And verb Open. open ആണ് verb. Object Door. okay. Object door ആണ്. അപ്പോ ഷീ സബ്ജക്ട്, ഓപ്പൺ വെർബ്, ഡോർ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഈ സെന്റൻസില് ഈ പറയുന്ന ഒബ്ജക്റ്റ് ഇല്ലെന്ന് വിചാരിക്കും. ഷീ ഓപ്പൺ എന്ന് മാത്രമാണ്. ഷീ ഓപ്പൺ എന്ന് മാത്രമാകുമ്പോ സെന്റൻസ് കംപ്ലീറ്റ് ആകും. സെന്റൻസ് അതായത് മീനിങ് കംപ്ലീറ്റ് ആകും. ഷീ ഓപ്പൺ, അവൾ തുറന്നു. അവൾ തുറന്നു എന്ന് പറഞ്ഞു. ആ സെന്റൻസിന്റെ മീനിങ് കംപ്ലീറ്റ് ആണ്. എന്ത് തുറന്നു? എന്ത് തുറന്നു എന്നൊരു ചോദ്യം വരും. കാരണം എന്തുകൊണ്ടാ? ആ സെന്റൻസ് കംപ്ലീറ്റ് അല്ല. വിതൗട്ട് ഒബ്ജക്റ്റ് ആ സെന്റൻസ് കംപ്ലീറ്റ് അല്ല. ക്ലിയർ? അപ്പൊ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഡോറ്, ആ ഡോർ ഇല്ലാതെ ആ സെന്റൻസ് കംപ്ലീറ്റ് അല്ല. ഷീ ഓപ്പൺ, ഷീ ഓപ്പൺ എന്ന് മാത്രം നമ്മൾ പറയോ? ഷീ ഓപ്പൺ എന്ന് മാത്രം പറഞ്ഞാല് സെന്റൻസ് കംപ്ലീറ്റ് ആണോ? അവൾ തുറന്നു. ആ സമയം ഷീ ഓപ്പൺ ദ ഡോർ ആണെങ്കിൽ അവൾ വാതിൽ തുറന്നു എന്ന് പറയും. ഏതാണ് പറ്റാ? അവൾ വാതിൽ തുറന്നു എന്ന് പറയുന്നതാണോ അല്ലെങ്കിൽ അവൾ തുറന്നു എന്ന് പറയുന്നതാണോ? അപ്പോ ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി കംപ്ലീറ്റ് ആകുന്ന ആ സെന്റൻസിലെ ആ വെർബിനെ നമ്മൾ എന്ത് പറയുന്നു? ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നു. ക്ലിയർ? അപ്പൊ ഷീ ഓപ്പൺ ദ ഡോർ എന്ന് പറയുന്ന സെന്റൻസിലെ ട്രാൻസിറ്റീവ് വെർബ് ഏതാണ്? ഡോർ. അല്ല, ഓപ്പൺ. കാരണം ഈ സെന്റൻസ് ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി തന്നെ സെന്റൻസ് കംപ്ലീറ്റ് ആണ്. അങ്ങനെ കംപ്ലീറ്റ് ആയ ആ ഒരു സെന്റൻസിലെ വെർബിനെ നമ്മൾ എന്ത് പറയും? യെസ്. അപ്പൊ ഈ സെന്റൻസിലെ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. ഓക്കെ, സെന്റൻസ്. അപ്പോ ഹെഡിങ് എഴുതിയിട്ടുണ്ട്. ട്രാൻസിറ്റീവ് വെർബിന് ഹെഡിങ് കൊടുത്തു, എക്സാമ്പിൾ എഴുതി. ഇനി ഏതാ? ഷീ സബ്ജക്റ്റ് ആണ്, ഓപ്പൺ എന്ന് പറയുന്ന വെർബാണ്, ഡോർ ഒബ്ജക്റ്റ് ആണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി കംപ്ലീറ്റ് ആകുന്ന സെന്റൻസിലെ വെർബിനെ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നു എന്ന് നോട്ട്ബുക്കിൽ എഴുതിയിരിക്കാം. ഓക്കെ, ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ട്രാൻസിറ്റീവ് വെർബ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി കുറച്ച് സെന്റൻസ്, നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ. ട്രാൻസിറ്റീവ് വെർബിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ. ടെക്സ്റ്റ് ചെയ്താലും മതി. ടെക്സ്റ്റ് ചെയ്യാം, ഇനി പറയാം. നോട്ട് എഴുതി കഴിഞ്ഞെങ്കിൽ പറയാം കേട്ടോ. ഇപ്പൊ അതേപോലെ ഒരു സെന്റൻസ് പറഞ്ഞാൽ മതി. ഷീ ഓപ്പൺ ദി ഡോർ എന്ന് പറയുന്ന ആ ഒരു എക്സാമ്പിൾസ് അല്ലെ, അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ നമ്മൾ വേറെ എക്സാമ്പിൾസ് പറയും. He playing
he playing a cricket. He playing cricket. Okay. She cooked. She cooked. She cooked. അതിലെ ഒബ്ജക്റ്റ് ഇല്ലതാ. She cook മാത്രമേ ഉള്ളൂ, ഒബ്ജക്റ്റ് ഇല്ല. She cooked the. She cook recipe പറഞ്ഞാൽ മതി. She cook rice. Madam. She cooked biryani. She cooks biryani പറയും. She cleaning the house. She's cleaning the house. Okay. He wrote a She poem. read the book. Reading the book. He wrote a poem. He wrote a poem. She wrote a poem ആണോ? അതെ മാം. She wrote a poem. Okay. She reading the book. He is playing cricket. അപ്പൊ ഈ എക്സാമിന് 7 നോട്ട്ബുക്കിൽ എഴുതി വെക്കും കേട്ടോ. അതിൽ ഏതാണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് എഴുതി വെക്കാം. ഓക്കെ. ഷീ ഈസ് സിംഗിങ് എ സോങ് എന്ന് പറയുന്ന സെന്റൻസില് ട്രാൻസിറ്റീവ് വെർബ് ഏതാണ് എന്ന് എഴുതി വെക്കാം. കാരണം എന്തുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നേ? ട്രാൻസിറ്റീവ് വെർബ് സിംഗിങ് ആണ് എന്നെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു? ആ സെന്റൻസ് ഒബ്ജക്റ്റ് കൊണ്ട് തന്നെ ആ സെന്റൻസ് കംപ്ലീറ്റ് ആയത് കൊണ്ട് അല്ലെ? അപ്പൊ എക്സാമ്പിൾ ചെയ്താൽ അതിന്റെ കൂടെ ട്രാൻസിറ്റീവ് വെർബ് ഏതാണെന്ന് കൂടെ എഴുതി വെക്കാം. ടീച്ചർ ഷീ കുക്ക് എന്ന് പറയോ ഷീ കുക്ക്ഡ് എന്ന് പറയോ? രണ്ടും പറയാം. ഒരെണ്ണം പ്രസന്റ് ആണ്, ഒരെണ്ണം പാസ്റ്റ് ആണ്. അത്രയേ ഉള്ളൂ. ഞാൻ കുക്ക് ചെയ്യുന്നു എന്നും പറയുന്നു, ഞാൻ കുക്ക് ചെയ്തു എന്നും പറയും. അത്രയേ ഉള്ളൂ. മാം ഒരു ഡൗട്ട്, കുക്കിംഗ് എന്ന് പറയോ? ഇതോ കുക്കിംഗ് എന്ന് പറയോ? ബിരിയാണി ഷീസ് കുക്കിംഗ് ബിരിയാണി എന്ന് പറയും. അവൾ ബിരിയാണി ഉണ്ടാക്കുകയാണ് എന്ന് പറയാമോ? ടെൻസ് പഠിക്കുമ്പോ കൺഫ്യൂഷൻ എല്ലാം മാറും കേട്ടോ. എല്ലാം ടെൻസിലാണ് ഇരിക്കുന്നത്. പാസ്റ്റ്, പ്രസന്റ്, കണ്ടിന്യൂസ് എല്ലാം ഉണ്ട്. സോ ആ ടൈമില് എല്ലാം ക്ലിയർ ആവും. ടെൻസിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇതെല്ലാം പഠിച്ച മാത്രമേ ടെൻസിലേക്ക് പോകാൻ പറ്റും. കുറച്ചുകൂടി സിമ്പിൾ ആവും. അപ്പൊ ടെൻസിലേക്ക് മുൻപ് കുറച്ച് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആകാനുണ്ട് കേട്ടോ. ഓക്കെ, ഷമീമ ചോദിക്കോ? എന്തോ? Yeah, she's working school. പറയാം. He is play with Ramu. Play with Ramu. ഇത് നിങ്ങള് ട്രാൻസിറ്റീവ് വെർബിന് എക്സാമ്പിൾ പറയുന്നതാണോ? അയ്യോ, അത് പറ്റില്ല കേട്ടോ. അപ്പോ ഷീസ് വാക്കിംഗ് ടു ദ സ്കൂൾ എന്നും പറയാൻ പറ്റില്ല കേട്ടോ. അത് ട്രാൻസിറ്റീവ് വെർബിന് എക്സാമ്പിൾ അല്ല. ഓക്കെ, ഞാൻ പറയാം കേട്ടോ. അപ്പോ ട്രാൻസിറ്റീവ് വെർബ് എന്താണ്? ഒബ്ജക്റ്റ് കൊണ്ട് കംപ്ലീറ്റ് ആകുന്ന സെന്റൻസിലെ വെർബിനെയാണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ഏതാ? ഇൻട്രാൻസിറ്റീവ് വെർബ്. Next one is intransitive verb. അതിൽ എക്സാമ്പിൾ ഏതാ? ഞാൻ ടെക്സ്റ്റ് ചെയ്തപ്പോ എഴുതല്ല കേട്ടോ, മിസ്റ്റേക്ക് ആണേ. ഷീസ് ലാഫിംഗ് ലൗഡ്ലി. എക്സാമ്പിൾ എഴുതി വെക്കാം. ഇൻട്രാൻസിറ്റീവ് വെർബിന് ഹെഡിങ് കൊടുത്തിട്ട് ഈ എക്സാമ്പിൾ എഴുതാം. ഷീസ് ലാഫിംഗ് ലൗഡ്ലി. ഓക്കെ, ഷീസ് ലാഫിംഗ് ലൗഡ്ലി എന്ന് പറയുന്ന ആ സെന്റൻസില് സബ്ജക്ട് ഏതാ? She. Object? No,
ഒബ്ജക്റ്റ് ഇല്ല. ഓക്കെ, നമ്മുടെ സെന്റൻസിൽ ഒബ്ജക്റ്റ് ഇല്ല കേട്ടോ. ഷീസ് ലൗഫിംഗ് ലൗഡ്ലി എന്ന് പറയുന്ന സെന്റൻസിൽ ഒബ്ജക്റ്റ് ഇല്ല. പക്ഷേ ഈ സെന്റൻസ് കംപ്ലീറ്റ് ആണോ? കംപ്ലീറ്റ് ആണ്. അത്രയേ ഉള്ളൂ. ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ അല്ലാതെ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ അതിലെ വെർബിനെ നമ്മൾ എന്ത് പറയും? ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും. ഓക്കെ, ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ അല്ലാതെ സെന്റൻസ് കംപ്ലീറ്റ് ആകുന്നുണ്ടെങ്കിൽ ആ സെന്റൻസിലെ വെർബിനെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും. സോ ഈ സെന്റൻസിലെ വെർബ് ലാഫിംഗ് എന്ന് പറയുന്നത് ഇൻട്രാൻസിറ്റീവ് വെർബ് ആണ്. ലാഫിംഗ് അല്ല, ലാഫ്. ഓക്കെ, ലാഫ് ഇൻട്രാൻസിറ്റീവ് വെർബ് ആണ്. അപ്പൊ ഇൻട്രാൻസിറ്റീവ് വെർബിന് എക്സാമ്പിൾ ആണ് നേരത്തെ പറഞ്ഞു ഷമീമ പറഞ്ഞത്. ഷീസ് വാക്കിംഗ് ടു ദ സ്കൂൾ. ഓക്കെ, കഴിഞ്ഞോ? ഇനി കഴിഞ്ഞോ? ഇനി ഇൻട്രാൻസിറ്റീവ് വെർബിന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞ എല്ലാവരും. She is crying loudly. She is very lovable. Okay. Then He is running speedily. he's running speedily. Okay. Writing slowly. എന്തോ കേട്ടില്ല. She is reading books silently. She is reading books silently. Okay. She write neatly. She write neatly. Yeah. Adjectives വെച്ചിട്ട് തന്നെ പറയണമെന്നില്ല കേട്ടോ. Adjectives വെച്ച് പറയുന്നു. എന്തോ? She is writing slowly. Yeah, slowly, neatly, silently, clearly. ഇതൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അല്ലാതെ സെന്റൻസ് എന്താണെന്നൊക്കെ ഷീ ഈസ് ടോക്കിംഗ് ടു മച്ച് കറക്റ്റ് ആണ്, അതിൽ ഒബ്ജക്റ്റ് ഇല്ല. അതുപോലെ തന്നെ ഷീ ഈസ് വാക്കിംഗ് ടു ദ സ്കൂൾ, അതിലും ഒബ്ജക്റ്റ് ഇല്ല. ഓക്കെ, അതുപോലെ ഹി ഈസ് പ്ലേയിങ് വിത്ത് അറിയില്ല വിത്ത് സാം, അതിലും എന്താണ് ഒബ്ജക്റ്റ് ഇല്ല. ഷീ സ്ലെപ്റ്റ് ഏർലി, കറക്റ്റ്. ഒബ്ജക്റ്റ് ഇല്ലാത്ത ഏതൊരു സെന്റൻസ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും, കാരണം സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ടാണ്. അവൾ നേരത്തെ ഉറങ്ങി, കംപ്ലീറ്റ് ആണ് അല്ലെ. സി ഷീ സ്ലെപ്റ്റ് ഏർലി, അവൾ നേരത്തെ ഉറങ്ങി, കംപ്ലീറ്റ് സെന്റൻസ് അല്ലെ. ഈസ് സ്ക്രീനിങ് ബാഡ്ലി. സ്ക്രീനിങ് ആണോ സ്ക്രീമിംഗ് ആണോ ഉദ്ദേശിച്ചത്? സ്ക്രീനിങ്, കറക്റ്റ് ആണ്. അപ്പോ ഈ മീനിങ് കംപ്ലീറ്റ് ആകും അല്ലെ. ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി അല്ലാതെ തന്നെ ആ സെന്റൻസിന്റെ മീനിങ് നമുക്ക് ക്ലിയർ ആണ്, കൺവേ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ സെന്റൻസിലെ വെർബിനെ നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും കേട്ടോ. ഷീ ഈസ് ടോക്കറ്റീവ്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് എല്ലാം എഴുതി വെക്കാം കേട്ടോ. ഇതാണ് എന്താ ട്രാൻസിറ്റീവ് വെർബ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ്. ക്ലിയർ? He is very angry. എന്തോ? He is very angry. Yeah, he is very angry. പറയാം. ക്ലിയർ ആയല്ലോ? They are sleeping calmly. Okay, പറയാം. The baby cried. Okay. ഓക്കെ, രണ്ടും മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് ക്ലിയർ ആണോ? നോട്ട്സ് കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആണ്. ഓക്കെ,
ഇനി ഞാൻ കുറച്ച് വേർബ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. Play, played, played. Walk, walked, walked. Walk, walked, walked. Okay? ഇനി അടുത്ത കുറച്ച് വേർബ്സ് നോക്കി. Go, went, gone. Come, came, come. Sing, sang, sang. എന്താണ് ഇതിന്റെ വ്യത്യാസം? എന്താണ്? Present tense, future tense, past tense. Okay. Clear? Then അല്ലാതെ കോമൺലി എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു സെറ്റ് ഇ.ഡി. ചേർത്ത് പോകുന്നു. രണ്ടാമത് അയച്ച വേർബ് എങ്ങനെയാണ്? ടോട്ടലി ഡിഫറെന്റ് ആണ് അല്ലെ? പ്ലേ, പ്ലേഡ്, പ്ലേഡ് ഇ.ഡി. ചേർത്താ പോകുന്നേ. വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ് അല്ലെ? ഇ.ഡി. ചേർത്താണ്. ക്ലിയർ? ഞാൻ രണ്ടാമത് അയച്ചതോ ഗോ, വെന്റ്, ഗോൺ. അത് വേർബ് തന്നെയാണെങ്കിലും ഡിഫറെന്റ് ആണ് അല്ലെ? 3 ഫോംസും ഡിഫറെന്റ് ആണ്. ക്ലിയർ? അതിന്റെ ചേഞ്ച് മനസ്സിലായോ? ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായോ അത്? യെസ്. അപ്പോ ഒരേപോലെ പോകുന്ന വേർഡ്സിനെ അല്ലെങ്കിൽ വേർബിനെ എന്താ പറയാ? റെഗുലർ വേർബ് എന്ന് പറയും. ഒരേപോലെയാണ് പോകുന്നത്. ഇ.ഡി. ചേർത്ത് പോകുന്നു. അങ്ങനെ റെഗുലർ ആയിട്ട് പോകുന്ന വേർബിനെ റെഗുലർ വേർബ് എന്നും ഇറഗുലർ ആയിട്ട് പോകുന്ന വേർബ്സിനെ ഇറഗുലർ വേർബ് എന്നും പറയുന്നു. ഓക്കെ? അപ്പൊ ഞാൻ ഫസ്റ്റ് ടെക്സ്റ്റ് ചെയ്തത് റെഗുലർ വേർബിന് എക്സാമ്പിളും രണ്ടാമത് ടെക്സ്റ്റ് ചെയ്തത് ഇറഗുലർ വേർബിന് എക്സാമ്പിളും ആണ്. മനസ്സിലായോ? അപ്പൊ അതിന്റെ നോട്ടും കൂടി എഴുതി വെക്കൂ കേട്ടോ. എന്താണ് റെഗുലർ വേർബ്, എന്താണ് ഇറഗുലർ വേർബ് വിത്ത് എക്സാമ്പിൾസ് കംപ്ലീറ്റ് ആകാം. ഒരേപോലെ പോകുന്നതിനെ റെഗുലർ വെർബ് എന്ന്. ഒന്നും കൂടി പറയുന്നു. അതായത് റെഗുലർ ആയിട്ട് പോകുന്ന വേർബ്സ് ആണല്ലോ. ഇപ്പൊ ഇ.ഡി. ചേർത്ത് പോകും. ചിലത് അത് വേർഡിനെ അനുസരിച്ച് ബേസ് ചെയ്തിരിക്കും കേട്ടോ. ഇ.ഡി. ചേർത്താണോ അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോ പറയുന്ന റെഗുലർ വെർബ് എന്തോ അതായത് ഒരുപോലെ പോകുന്നത് വെർബിനെ റെഗുലർ വെർബ് എന്നും പിന്നെ ഇൻറെഗുലർ ആയിട്ട് പോകുന്നത് എങ്ങനെ ഡിഫറെന്റ് ഗോ, വെന്റ്, ഗോൺ. മനസ്സിലായോ? അത് മൂന്നല്ലേ? ഡിഫറെന്റ് ആയിരിക്കും. അത് ഡിഫറെന്റ് ആയിരിക്കും. ഒരേപോലെ അല്ല പോകുന്നത്. ഓക്കെ ഓക്കെ. അതെന്താണ്? ഇറഗുലർ വേർബാണ്. വ്യത്യസ്തമായി പോകുന്നതിന്. വ്യത്യസ്തമായി പോകുന്ന വേർബ് ഏതാണ്? ഇറഗുലർ ആണ്. ഒരേപോലെ പോകുന്നത് റെഗുലർ ആണ്. ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കാം. റെഗുലർ വെർബ്. ഇവിടെ നമ്മള് എഴുതി കഴിയുമ്പോ പറയൂ കേട്ടോ. അൺമ്യൂട്ട് ചെയ്യരുതേ, മ്യൂട്ട് ചെയ്യണേ. അബ്ദുൾ എന്നാണ് പേര്. പ്രൊഫൈൽ നെയിം പേരറിയില്ല. സോ മ്യൂട്ട് ചെയ്യാം. ഓക്കെ? ഇതില് 3 ഫോംസ് ഉണ്ടല്ലോ. പ്ലേ, പ്ലേഡ്, പ്ലേഡ്, ഗോ, വെന്റ്, ഗോൺ. 3 ഫോംസ് ആണ്. 3 വേർബ് ഫോംസ് ആണ്. അത് നമ്മൾ ഷോർട്ട് ആക്കി പറയുന്നത് V1, V2, V3. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഫസ്റ്റ് ഫോം ഓഫ് ദി വേർബ്, സെക്കൻഡ് ഫോം ഓഫ് ദി വേർബ്, തേർഡ് ഫോം ഓഫ് ദി വേർബ്. അപ്പൊ V1 എന്താണ്? V1 മീൻസ് പ്രസന്റ് വേർബ് ആണ് കേട്ടോ. V1. V2 പാസ്റ്റ്. V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എഴുതി വെക്കൂ കേട്ടോ.
V1 present, V2 past, V3 past participle. നമ്മൾ ഷോർട്ട് ആക്കി പറയുന്നു V1, V2, V3. അപ്പൊ V1 പ്ലേ ആണെങ്കിൽ V2 പ്ലേഡ് ആണ്, V3 പ്ലേഡ് ആണ്. അപ്പോ V2 ഉം V3 ഉം റെഗുലർ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് റെഗുലർ വെർബ് ആണ് കേട്ടോ. ഇനി V2 ഉം V3 ഡിഫറെന്റ് ആണെങ്കിൽ അത് ഇറഗുലർ വെർബ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? നോട്ട് കംപ്ലീറ്റ് ആയോ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? വെർബ് എന്താണെന്ന് പഠിച്ചു. അതിൽ ആക്ഷൻ വെർബ്, സ്റ്റേറ്റ് വെർബ്, ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ്, റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്. ഓക്കെ, ആ പറയുന്ന ആ ക്ലാസിഫിക്കേഷനിൽ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. ഇത്രയും പഠിച്ച കാര്യങ്ങൾ മനസ്സിലായോ? ഡൗട്ട്സ് ഉണ്ടോ? Clear? Okay. So it's time for presentation. Present ചെയ്യാം. പഠിച്ച എന്താണ്, മനസ്സിലായത് എന്താണ്, ജസ്റ്റ് പ്രസന്റ് ഇറ്റ്. ഓക്കെ, ടെക്സ്റ്റ് ചെയ്തോളൂ. ടെക്സ്റ്റ് യുവർ നെയിം. പെട്ടെന്നാവട്ടെ. പഠിച്ചത് പറയണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ ക്ലാസ് എടുക്കുന്ന പോലെ ആസ് എ ടീച്ചർ എന്ന പോലെ നിങ്ങളൊന്ന് ക്ലാസ്സിലൊന്ന് പ്രസന്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, അത് പറയുമ്പോ ആരും വേണ്ടില്ല. പറട്ടെ, പേര് പറട്ടെ. 5 പേര് മതിയായിരിക്കും. ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ. പറയണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലും ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾ എല്ലാവരും പറയണം. പഠിച്ച കാര്യങ്ങൾ പറയണം. എന്നാൽ മാത്രമേ പഠിക്കൂ. കേട്ടിരുന്നോണ്ട് മാത്രം ആയില്ല. ഓക്കെ, അപ്പോ ഫസ്റ്റ് റാഷിദ. Yes, ma'am. Good morning. Good morning to all. Ma'am, in the class എടുത്തത് യൂണിറ്റ് 3 ദ വെർബ് സിസ്റ്റം ഇൻ ഇംഗ്ലീഷ് ആ ഒരു യൂണിറ്റ് ആണ് ഇന്ന് എടുത്തത്. അതിൽ ഫസ്റ്റ് വെർബിനെ പറ്റിയാണ് ഈ ചാപ്റ്റർ പറയുന്നത്. വെർബ് എന്ന് പറയുന്നത് ആക്ഷൻ, അല്ല ഒരു പ്രവൃത്തിക്രിയ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്രിയയൊക്കെയാണ് വെർബ് എന്ന് പറയുന്നത്. വെർബ് തന്നെ 2 ഡിഫറെന്റ് വെർബ്സിനെ പറ്റി പറഞ്ഞു. ആക്ഷൻ വെർബും സ്റ്റേറ്റ് വെർബും. സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ആക്ഷൻ വെർബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന എല്ലാ വെർബ്സിനെയും ആക്ഷൻ വെർബ് എന്ന് പറയും. എക്സാമ്പിൾ ആയിട്ട് ഷീസ് ഡാൻസിങ്, ഹീസ് ടീച്ചിങ്, ഹീസ് പ്ലേയിങ്. അതൊക്കെ നമ്മൾ ചെയ്യുന്ന ഫിസിക്കലി ചെയ്യുന്ന ഒരു ആക്ഷനാണ്. ഡാൻസിങ് ആകുമ്പോഴും പ്ലേയിങ് ആകുമ്പോഴും ടീച്ചിങ് ഒക്കെ ഫിസിക്കലി നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷനാണ്. അങ്ങനെ ഫിസിക്കലി ചെയ്യുന്ന ആക്ഷൻസിനെയാണ് ആക്ഷൻ വെർബ് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് വെർബ് ഓർ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. നമ്മളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ കറണ്ട് പൊസിഷൻ എന്താണ്, അതിനെപ്പറ്റി പറയുന്നതാണ് സ്റ്റേറ്റ് വെർബ്. ഫോർ എക്സാമ്പിൾ, രാമു ഈസ് എ ബോയ്, ഹീസ് ഹംഗ്രി. രാമു എന്ന് പറയുന്നത് ഒരു ബോയ് ആണ്. അവൻ ഹംഗ്രി, അവൻ വിശന്നിരിക്കുകയാണ്. അവന്റെ ഒരു സിറ്റുവേഷൻ ആണ്, അവന്റെ ഒരു സ്റ്റേറ്റ് ആണ്. അല്ലെങ്കിൽ ഹീസ് ഹാപ്പി. ഹാപ്പി എന്ന് പറയുന്നത് അവന്റെ ഒരു സ്റ്റേറ്റ് ആണ്. അങ്ങനെ ആ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ അപ്പോഴത്തെ കണ്ടീഷൻ സിറ്റുവേഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്ന വെർബിനെയാണ് സ്റ്റേറ്റ് ഓഫ് വെർബ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് നമ്മൾ നോക്കിയത് വെർബ് സിസ്റ്റത്തിനെ പറ്റിയാണ്. അതില് ഓർഡിനറി വെർബ് സിസ്റ്റം, ഹെൽപ്പിംഗ് വെർബ് സിസ്റ്റം എന്ന് പറഞ്ഞ 2 കാറ്റഗറിയിൽ കുറെ ഡിഫറൻസിയേഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ഹെൽപ്പിംഗ് വെർബ് ഇപ്പൊ നോക്കുന്നില്ല. ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഓർഡിനറി വെർബാണ്, മെയിൻ വെർബ്. ഓർഡിനറി വെർബിൽ തന്നെ റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്, അതിൽ തന്നെ വീണ്ടും ക്ലാസിഫിക്കേഷൻ വന്നിട്ട് ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ്. ആ പോർഷനാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കിയത് ട്രാൻസിറ്റീവ് വെർബാണ്. ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ ഒരു സെന്റൻസ് പൂർത്തിയാകുന്നുണ്ടെങ്കിൽ ആ ഒരു സെന്റൻസ് പൂർത്തിയാകാൻ സഹായിക്കുന്ന വെർബിനെയാണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു സെന്റൻസ് വന്ന ആ ഒരു സെന്റൻസിന്റെ മീനിങ് ഫുൾ ആക്കാൻ സഹായിക്കുന്ന വെർബിനെയാണ് ട്രാൻസിറ്റീവ് വെർബ്. സഹായിക്കുന്നത് ഒബ്ജക്റ്റ് ആണ്. അങ്ങനെ ഒബ്ജക്റ്റിന്റെ സഹായത്തോടുകൂടി നമ്മൾ ഒരു സെന്റൻസ് പൂർത്തിയാക്കുമ്പോൾ അതിലുള്ള വെർബാണ് ട്രാൻസിറ്റീവ് വെർബ്. ഫോർ എക്സാമ്പിൾ,
ഷീ ഓപ്പൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു സെന്റൻസ് ഫിൽ ആകുന്നില്ല. ഷീ ഓപ്പൺ, അവൾ തുറന്നു. ഓക്കെ, സെന്റൻസ് ഓക്കെ ആണ്, പക്ഷെ അതിന്റെ ഒരു അർത്ഥം പൂർണ്ണമാകുന്നില്ല. അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നു, അവൾ എന്ത് തുറന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു. ആ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് നമുക്കവിടെ ഒബ്ജക്റ്റ് വരുന്നത്. ഷീ ഓപ്പൺ ദ ഡോർ ആണ് അവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പോൾ ആ ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി ആ സെന്റൻസ് ഫില്ലാകുന്നു. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ ഫില്ലാകുന്ന സെന്റൻസിന്റെ വെർബാണ് ട്രാൻസിറ്റീവ് വെർബ്. ഇവിടുത്തെ വെർബ് എന്ന് പറയുമ്പോൾ ഓപ്പൺ ആണ്. ഷീ ഓപ്പൺ ദ ഡോർ. അപ്പോൾ അവിടുത്തെ വെർബ് എന്ന് പറയുമ്പോൾ ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ഷീ കുക്ക് ദ ബിരിയാണി, അവൾ ബിരിയാണി ഉണ്ടാക്കി. ബിരിയാണി എന്ന് പറഞ്ഞത് ഒബ്ജക്റ്റ് ആണ്. ഷീ കുക്ക് എന്ന് പറഞ്ഞാൽ സെന്റൻസ് ഓക്കെയാണ്, പക്ഷെ അതിന് അർത്ഥം പൂർണ്ണമാകുന്നില്ല. ഷീ കുക്ക് ദ ബിരിയാണി എന്ന് പറയുമ്പോൾ ആ ഒരു സെന്റൻസ് പൂർണ്ണമാവുകയാണ്. ആ സെന്റൻസ് പൂർണ്ണമാവാൻ ഹെൽപ്പ് ചെയ്തത് ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റ് ബിരിയാണിയാണ്, പക്ഷെ അവിടുത്തെ വെർബ് എന്ന് പറയുന്നത് കുക്ക്ഡ് എന്നുള്ളതാണ് അവിടുത്തെ വെർബ്. അത് അങ്ങനെ ഒബ്ജക്റ്റിന്റെ ഹെൽപ്പോട് കൂടി ഒരു സെന്റൻസ് പൂർണ്ണമാകാൻ നമ്മളെ ഹെൽപ്പ് ആക്കുന്ന ആ ഒരു സെന്റൻസിലെ വെർബിനെയാണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ നമ്മൾ നോക്കുന്നത് ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ഇത് ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ കൂടെ നമുക്ക് ഒരു സെന്റൻസ് പൂർണ്ണമാകുന്നതിലുള്ള വെർബാണ് ട്രാൻസിറ്റീവ് വെർബ് എങ്കിൽ, ഒരു ഒബ്ജക്റ്റിന്റെ സഹായമില്ലാതെ ആ സെന്റൻസ് കംപ്ലീറ്റ് ആകുന്നതാണ് ഇൻട്രാൻസിറ്റീവ് വെർബ്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് ലാഫിംഗ് ലൗഡ്ലി. ഷീ ഈസ് ലാഫിംഗ് ലൗഡ്ലി, ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്, വെർബ് എന്ന് പറയുമ്പോൾ ലാഫിംഗ് ആണ്. അവിടെ ഷീ ഈസ് ലാഫിംഗ് ലൗഡ്ലി, അവൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അതിൽ സെന്റൻസ് കംപ്ലീറ്റ് ആണ്, പക്ഷെ അവിടെ ഒബ്ജക്റ്റ് ഇല്ല. ഒബ്ജക്റ്റ് ഇല്ലാതെ ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആണ്. അപ്പൊ ഒബ്ജക്റ്റിന്റെ സഹായം ഇല്ലാതെ ഒരു സെന്റൻസ് അവിടെ പൂർണ്ണമാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴുള്ള സെന്റൻസിലെ വെർബിനെയാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഷീ ഈസ് ലവബിൾ, അവൾ ഭയങ്കര സ്നേഹമുള്ള കുട്ടിയാണ്. അപ്പോ ആ ഒരു സെന്റൻസ് പൂർണ്ണമാകുന്നുണ്ട്, പക്ഷെ അവിടെ വെർബ് ഇല്ല, ഒബ്ജക്റ്റ് ഇല്ല. അങ്ങനെ ഒബ്ജക്റ്റ് ഇല്ലാതെ നമുക്ക് സെന്റൻസ് പൂർണ്ണമാകുമ്പോൾ ഉള്ള വെർബാണ് ഇൻട്രാൻസിറ്റീവ് വെർബ്. ഹി ഈസ് റണ്ണിങ് സ്പീഡ്ലി, അവൻ വേഗത്തിൽ ഓടുന്നുണ്ട്. അവിടെ ഒബ്ജക്റ്റ് ഇല്ല, പക്ഷെ ആ സെന്റൻസ് ഓക്കെ ആണ്. അല്ല, വെർബ് എന്ന് പറയുമ്പോൾ റണ്ണിങ് ആണ് അവിടുത്തെ വെർബ്. ഹി ഈസ് വെരി ആംഗ്രി, അവൻ ഭയങ്കര ദേഷ്യത്തിലാണ്. അവിടെയും ഒബ്ജക്റ്റ് ഇല്ല, പക്ഷെ ആ സെന്റൻസ് പൂർണ്ണമാകുന്നുണ്ട്. അപ്പൊ ഒബ്ജക്റ്റിന്റെ ഹെൽപ്പ് ഇല്ലാതെ പൂർണ്ണമാകുന്ന സെന്റൻസിലെ വെർബാണ് ഇൻട്രാൻസിറ്റീവ് വെർബ്. പിന്നെ മാം പറഞ്ഞതാണ് റെഗുലർ വെർബും ഇറഗുലർ വെർബും. റെഗുലർ വെർബ് എന്ന് പറയുമ്പോൾ നമ്മുടെ V1, V2, V3 ഒരു സെന്റൻസിന്റെ 3 ഫോംസ് ആണ്. ആ V1, V2, V3 എല്ലാം ഒരുപോലെ ഒരു ഓർഡറിൽ ഫോർ എക്സാമ്പിൾ പ്ലേ, പ്ലേഡ്, പ്ലേഡ്, അതിലെ V1, V2, V3 മെയിൻ ആയിട്ട് V2, V3 ആണ് നമ്മൾ നോക്കുന്നത്. V2, V3 ഒരുപോലെ വരണം. അപ്പൊ പ്ലേഡ്, പ്ലേ, പ്ലേഡ്, പ്ലേഡ് ഈ വെർബിന്റെ V1ഉം V2ഉം മെയിൻ ആയിട്ട് V2, V3 സെയിം ആണ്, ഒരേപോലെയാണ് വരുന്നത്. അതുപോലെ വാക്ക്ഡ്, വാക്ക്ഡ്, വർക്ക്ഡ്, വർക്ക്ഡ്, ഇതിലെ V2, V3 ഇതെല്ലാം സെയിം ആയിട്ട് ഒരേ ഓർഡറിലാണ് വരുന്നത്. ഇതുപോലെ ഒരേ ഓർഡറിൽ V1, V2, V3 ഫോം വരുന്ന വെർബിനെയാണ് റെഗുലർ വെർബ് എന്ന് പറയുന്നത്. V1 എന്ന് പറയുന്നത് പ്രസന്റ്, V2 എന്ന് പറയുന്നത് പാസ്റ്റ്, V3 എന്ന് പറയുന്നത് ഒരു സെന്റൻസിലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് അപ്പൊ ഇതുപോലെ ഒരുപോലെ പോകുന്ന വെർബിനെയാണ് റെഗുലർ വെർബ് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്ന ഇറഗുലർ വെർബാണ്. റെഗുലർ വെർബ് ഒരുപോലെ V2, V3 ഫോമും ഒരുപോലെ പോകുന്ന റെഗുലർ വെർബാണെങ്കിൽ V2, V3 ഫോമും ഒരുപോലെ അല്ലാതെ പോകുന്ന ഡിഫറെന്റ് ആയിട്ട് പോകുന്നതാണ് ഇറഗുലർ വെർബ്. ഫോർ എക്സാമ്പിൾ, ഗോ, വെന്റ്, ഗോൺ. ഇവിടുത്തെ V1 ഗോയാണ്, V2 വെന്റ് ആണ്, V3 എന്ന് പറയുന്നത് ഗോൺ ആണ്. കം, കെയിം, കം. ഇവിടെ കം എന്ന് പറയുന്നത് V2, ഓക്കെ. V1 കെയിമും കമ്മും എന്ന് പറയുന്നത് V2ഉം V3യും ഡിഫറെന്റ് ആണ്. V2ഉം V3യും ഡിഫറെന്റ് ആകുമ്പോൾ അങ്ങനെ ആ ഒരു ഓർഡറിലല്ല വെർബ് പോകുന്നത്. ഇതിന്റെ സെന്റൻസിന്റെ V1, V2, V3 ഫോമും ഡിഫറെന്റ് ആണ്. അങ്ങനെ ഡിഫറെന്റ് V1, V2, V3 ഫോമിൽ പോകുന്ന വെർബിനെയാണ് ഇറഗുലർ വെർബ് എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സിങ്, സാങ്, സങ്. ഇവിടെയും V1, V2, V3
ഡിഫറെന്റ് ആണ്. ഈ V2 V3 ഡിഫറെന്റ് ആയി ഇറഗുലർ ആയിട്ട് പോകുന്ന വെർബിനെയാണ് ഇറഗുലർ വെർബ് എന്ന് പറയുന്നത്. ഇത്രയാണ് എനിക്കിന്ന് മനസ്സിലായ മാം ക്ലാസ് എടുക്കുന്നത്. ഓക്കെ രാഷിദ, വെരി ഗുഡ്, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മാം. രേഷ്മ. ഗുഡ് മോർണിംഗ് മാം. ഇന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് യൂണിറ്റ് 3 ദ വെർബ് സിസ്റ്റം ഇംഗ്ലീഷ് ആണ്. എന്താണ് വെർബ് എന്ന് പറഞ്ഞു തന്നു. വെർബ് എന്ന് പറയുന്നത് ആക്ഷൻ വേർഡിനെയാണ് വെർബ് എന്ന് പറഞ്ഞു. ഈ വെർബ് രണ്ടായിട്ട് നമ്മൾ നോക്കിണ്ട്. ആക്ഷൻ വെർബും സ്റ്റേറ്റ് വെർബായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആക്ഷൻ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ വേർഡ്സ്, ഡാൻസിങ്, ക്ലൈംബിങ്, സിറ്റിംഗ് അങ്ങനെയുള്ളതൊക്കെയാണ് ആക്ഷൻ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ഷീ ഈസ് ഡാൻസിങ്, ഹീ ഈസ് ക്ലൈംബിങ്, രാമു ഈസ് സ്വിമ്മിങ്, റീന ഈസ് റണ്ണിങ്, ഇങ്ങനെയുള്ളതിനൊക്കെയാണ് ആക്ഷൻ വെർബ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരുന്നത്, അതായത് ഐ ആം എ ടീച്ചർ, ഷീ ഈസ് എ ഡോക്ടർ എന്നൊക്കെ പറയുന്നതാണ് സ്റ്റേറ്റ് വെർബ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വെർബ് സിസ്റ്റം ആണ് നോക്കിയത്. അതിൽ ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ്. ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് കൊണ്ട് തന്നെ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവുക, അതായത് ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നതിനെയാണ് ട്രാൻസിറ്റീവ് വെർബ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞു. അതായത് ഷീ ഓപ്പൺ എന്ന് മാത്രം പറയുമ്പോൾ എന്ത് ഓപ്പൺ ചെയ്തു എന്നുള്ള ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പോ ഒരു ഒബ്ജക്റ്റ് ഷീ ഓപ്പൺ ദ ഡോർ, ഡോർ എന്ന് പറയുന്നതാണ് അതിൽ ഒബ്ജക്റ്റ് വരുന്നത്. അപ്പൊ ഒബ്ജക്റ്റോട് കൂടി സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നതിനെയാണ് ട്രാൻസിറ്റീവ് വെർബ്. അപ്പൊ ഇതിലെ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത് ഓപ്പൺ എന്നാണ്. അതുപോലെ ഷീ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്, ഷീ ഈസ് പ്ലേയിങ്, അവള് കളിക്കുന്നു. അപ്പൊ എന്ത് കളിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വരും. അപ്പൊ ഷീ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്, അപ്പൊ ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പൊ ഇതിനെ സഹായിക്കുന്ന ആ ഒരു വെർബ് പ്ലേ ആണ് ഇതിലെ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഇൻട്രാൻസിറ്റീവ് വെർബ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ്, ട്രാൻസിറ്റീവ് വെർബിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഷീ ഈസ് ലാഫിംഗ് ലൗഡ്ലി എന്ന് പറഞ്ഞു. അതായത് ഒരു ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നതിനെയാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ലോഫ് ആണ്. പിന്നെ റെഗുലർ വെർബും ഇറഗുലർ വെർബാണ് പറഞ്ഞു തന്നത്. റെഗുലർ വെർബ് എന്ന് പറയുന്നത് റെഗുലറായി പോകുന്ന വെർബ്, അതായത് പ്ലേ, പ്ലേഡ്, പ്ലേഡ്. അതായത് നമ്മുടെ V1 V2 V3 ഫോമില് V2ഉം V3യും സെയിം ആയാൽ അത് റെഗുലർ ഫോം, റെഗുലർ വെർബ്. അതായത് പ്ലേ, പ്ലേഡ്, പ്ലേഡ്, ED വെച്ച് നമുക്ക് റിപ്പീറ്റ് ആയി പോകുന്നുണ്ട്. അങ്ങനെയുള്ളതാണ് റെഗുലർ വെർബ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വാക്ക്, വാക്ക്ഡ്, വാക്ക്ഡ്. ഇതിലും V2ഉം V3 ഫോമും സെയിം ആണ്. വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്. അതിലും ഈ V2 V3 സെയിം ആണ്. അപ്പൊ V2ഉം V3 സെയിം ആയി പോകുന്നതാണ് റെഗുലർ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ഇറഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ റെഗുലറിന്റെ ഓപ്പോസിറ്റ്, അതായത് V2ഉം V3യും സെയിം അല്ലാതെ ഡിഫറെന്റ് ആയിട്ട് വ്യത്യസ്തമായി പോകുന്നതിനാണ് ഇറഗുലർ വെർബ്. എക്സാമ്പിൾ ഗോ, വെന്റ്, ഗോൺ. ഈ ഗോ എന്ന് പറയുന്നത് V1ഉം വെന്റ് V2, ഗോൺ V3 ആണ്. അപ്പൊ ഈ V2ഉം V3യും ഡിഫറെന്റ് ആണ്. അങ്ങനെ പോകുന്നതിനാണ് ഇറഗുലർ വെർബ്. കം, കേം, കം. അപ്പൊ V2ഉം V3യും ഡിഫറെന്റ് ആണ്. സിങ്, സാങ്, സങ്. അപ്പൊ ഇതിലും V2ഉം V3യും ഡിഫറെന്റ് ആണ്. ഇതാണ് റെഗുലറും ഇറഗുലറും തമ്മിലുള്ള ഡിഫറൻസ്. ഇതാണ് എനിക്ക് മനസ്സിലായത്. Okay, okay, Rishma. Then Nisia. ഹലോ മാം. ഇന്ന് നമ്മൾ 3rd യൂണിറ്റ് ആണ് പഠിച്ചത്, ദ വെർബ് സിസ്റ്റം ഇംഗ്ലീഷ്. വെർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ആക്ഷൻസ്, അതിനെ ഓടുക, ചാടുക, പഠിക്കുക എന്തിനേയും നമ്മൾ വെർബ് കൊണ്ട് സൂചിപ്പിക്കുന്നു. ആക്ഷൻ വെർബ് എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, ഫിസിക്കലി നമ്മൾ ചെയ്യുന്ന എന്തിനെയാണ് ആക്ഷൻ വെർബ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റേറ്റ്മെന്റ് വെർബ്, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് നമ്മളിപ്പോ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഷീ ഈസ് ആംഗ്രി എന്ന് പറയും, ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് അതിനെയാണ് സ്റ്റേറ്റ് വെർബ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആക്ഷൻ വെർബിന് ഷീസ് പ്ലേയിങ്, ഷീസ് ഈറ്റിംഗ് ലഞ്ച്, ഇതൊക്കെ ആക്ഷൻ വെർബാണ്. സ്റ്റേറ്റ് വെർബിന് എക്സാമ്പിൾ ഐ ആം ടയേർഡ്, ഐ ആം സോ ഹാപ്പി, ഇതെല്ലാം ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുകയാണ് സ്റ്റേറ്റ് വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നോക്കിയത് ട്രാൻസിറ്റീവ് വെർബ്. അതെന്ന് വെച്ചാൽ ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആക്കാൻ കഴിയുന്നതിനെയാണ്
ട്രാൻസിറ്റീവ് വെർബ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഷീ ഓപ്പൺ എന്ന് മാത്രം പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവില്ല. ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞാൽ മാത്രമേ അവിടെ ഷീ സബ്ജക്റ്റായും ഓപ്പൺ വെർബായും ഡോർ ഒബ്ജക്റ്റായും വരുന്ന. അവിടെ ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അത് ട്രാൻസിറ്റീവ് വെർബായി മാറും. ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ അവിടെ ഒബ്ജക്റ്റിന്റെ ആവശ്യം, അതായത് സഹായം വേണ്ടി വരുന്നില്ല. അതായത് ഷീസ് വെരി ലവബിൾ എന്ന് മാത്രം പറഞ്ഞാലും ആ സെന്റൻസ് കംപ്ലീറ്റ് ആകുന്നുണ്ട്. അവിടെ ഒബ്ജക്റ്റിന്റെ സഹായം ഇല്ലാതെ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആക്കാൻ കഴിയുന്നതിനാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് നമ്മൾ പറയുന്നത്. ഷീസ് എ ടാക്കബിൾ, ഷീസ് ആംഗ്രി എന്നൊക്കെ പറയാം അതിന് എക്സാമ്പിൾ. പിന്നെ പഠിച്ചത് റെഗുലർ വെർബെന്നും ഇൻറെഗുലർ വെർബിനെ കുറിച്ചുമാണ്. റെഗുലർ വെർബ് എന്ന് പറയുന്നത് ഒരുപോലെ വരുന്നത്, അതായത് V1, V2, V3. അതില് V2ഉം V3യും സെയിം ആയിട്ട് വരുന്നത്. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. അതില് V2ഉം V3യും ഒരുപോലെ വരുന്നതിനെയാണ് റെഗുലർ വെർബായിട്ട് നമ്മൾ പഠിച്ചത്. അടുത്തത് ഇൻറെഗുലർ ആയിട്ട് വരുന്നത് ഗോ, വെന്റ്, ഗോൺ. അതില് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. V2ഉം V3യും ഡിഫറെന്റ് ആയിട്ട് വരുന്നതിനെ വെർബുകളെയാണ് നമ്മൾ ഇൻറെഗുലർ വെർബ് എന്ന് പറയുന്നത്. അതാണ് ഇന്ന് പഠിച്ചത്. ഓക്കെ നിസിയ, അപ്പോ ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ബാക്കി രണ്ടുപേരും ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി പ്രസന്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും റെഡി ആയിട്ട് വരാം. ക്യാമറ ഓൺ ചെയ്ത് ക്ലാസ് എടുക്കുന്ന പോലെ നിങ്ങൾ ക്ലാസ്സിൽ എങ്ങനെയാണോ ടീച്ചർ എങ്ങനെയാണ് ക്ലാസ് എടുക്കുക, സോ ആ രീതിയിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യാം കേട്ടോ എല്ലാവരും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഫുൾ പ്രസന്റേഷൻ ആയിരിക്കും. കുറച്ച് നോട്ട്സും അതിനോട് ഞാൻ തരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും പ്രിപ്പയർ ആയിട്ട് വരാം. മാക്സിമം ഒന്ന് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ നോക്കാം. പറയുന്ന ഇംഗ്ലീഷിൽ ഒന്ന് പറയാം. കുറച്ച് മാത്രം മലയാളം യൂസ് ചെയ്തിട്ട് മോസ്റ്റ്ലി നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. തെറ്റിയാലും കുഴപ്പമില്ല, നീ ചുമ്മാ പറയും. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പ്രസന്റ് ചെയ്യാൻ വരാം. നീ പ്രസന്റേഷൻ ആണല്ലോ എന്ന് വിചാരിച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരിക്കരുത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നല്ല ചുമയുണ്ടായിരുന്നു കേട്ടോ എനിക്ക്, അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് പോയെ. ക്ലാസ് എടുക്കുമ്പോഴാണ് ഭയങ്കര ചുമ വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. സോറി ഫോർ ദാറ്റ്. ഓക്കെ, സോ മൈൻഡ് പേരാലോ സൈനോട്ട് പറയൂട്ടോ. I would like to invite Gladys to sign off the class. As we wrap up today's class, on behalf of all who joined today, I sincerely thank our mentor Ashwathi ma'am for her lively class about the verb system in English. It's my pleasure to be part of this class, ma'am. A big thank you to the coordinator Reshma, Gemini for prayer song, Ranjini signed in, and Anu for sharing a meaningful thought for the day, Rashida, Reshma and Nisia for the presentation in the class. We greatly appreciate your effort, dears. Finally, a heartfelt thank you to all the teachers present in this class with great dedication. Thank you all for joining today's class. Thank you so much and have a wonderful day. It's me, Gladys from Ernakulam, signing out. ഓക്കെ ഗ്ലാഡിസ്, വാട്ട് എ ചേഞ്ച്. എന്താണ്, എന്തൊരു മാറ്റാണത്. ഗ്ലാഡിസ് തന്നെയാണോ? അതെ മാം. Yeah, very good. Keep going, dear. കൊള്ളാം. Okay, so thank you all. See you on next class. Okay, bye. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am.